എന്തെങ്കിലും അനിയൻ്റെ ലൈഫ് ലെസൺസ് എടുക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? അവൻ്റെ ലൈഫ് എനിക്ക് നന്നായിട്ട് അറിയാം. അതിന്ന് ലെസൺസ് എടുക്കാൻ പോയാൽ ഞാൻ കട്ടയും പടവും മടങ്ങി പോകേണ്ടി വരും. ധ്യാൻ ചേട്ടൻ ഇന്റർവ്യൂവിലെ പൊന്നും വിലയുള്ള താരമാണ്. അവൻ ഇവിടെ ഇല്ലാത്തതിൽ നിരാശയുണ്ടോ? കുറച്ച്. ഈ റിയൽ ലൈഫ് കേരള ജനത മുഴുവൻ അയാൾ കയ്യിലെടുത്തിട്ടില്ലേ ഇന്റർവ്യൂയിലൂടെ? ഒന്നുമില്ലെങ്കിലും മുകളിലാകാശം താഴെ ഭൂമി. പക്ഷെ അത് വെരി റെയറാണ് അങ്ങനത്തെ ജന്മങ്ങൾ. ആക്ച്വലി അപ്പുവിനെ നമുക്ക് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. അപ്പു അത്രയും ഈസി ആയിട്ടുള്ള വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ധ്യാനം വരുമ്പോൾ അപ്പുവിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് ഞാൻ ആദ്യം ആലോചിച്ചത്. അടുത്ത പടത്തിൽ ഇവരെല്ലാവരെയും മാറ്റിയിട്ട് ഞാൻ പുതിയ ആൾക്കാരുടെ കൂടെ എടാ ഇത് KCF ഒന്നുമില്ല, നമ്മുടെ തിണ്ണപ്പടം. നീ അങ്ങ് വാരി വെച്ച് ഡബ് ചെയ്യേ. എന്തോടും തിന്ന പടമെന്ന്. മ്യൂസിക്കിന് പാടല്ലേ ഷാനിക്ക? അതിൽ കുറേ സപ്തസ്വരങ്ങളൊക്കെ എന്താവുന്നു എനിക്കറിയാത്ത. എന്നാ ഇതുപോലൊരു മണ്ടം പ്രൊഡ്യൂസറെ വീണ്ടും വീണ്ടും അതായിട്ട് പറഞ്ഞോണ്ടിരിക്കുന്നത്. അങ്ങനല്ല, ഇതുപോലൊരു മണ്ടം പ്രൊഡ്യൂസർ. എനിക്ക് അങ്ങനത്തെ ഓ, അപ്പൊ ചേട്ടനും അനിയനും എന്നെ മണ്ട. മലയാള സിനിമയിലെ ഓൾറൗണ്ടറിനും ടീമിനൊപ്പമാണ് ഞാൻ എന്നുള്ളത്. അല്ല, അവിടെ ഒരു സാധനം വീണു, അതാ ഞങ്ങൾ ചിരിച്ചു പോയെ. ഇൻട്രോ അടിപൊളിയായിരുന്നു. ആ കൃത്യസമയത്ത് അവിടെ പൊക്കോന്ന് പറഞ്ഞൊരു സാധനം വീണ് തലയാ. ഓൾറൗണ്ടറിനൊപ്പമാണ് ഞാൻ എന്നുള്ളത് ടീമിനും. വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി എനിക്കൊപ്പം ഉള്ളത് വിനീത് ശ്രീനിവാസൻ, ഷാൻ റഹ്മാൻ, വിശാഖ് സുബ്രഹ്മണ്യം, ശ്രീറാം ആൻഡ് അജു വർഗീസ്. സ്വാഗതം. താങ്ക് യു. വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഇപ്പം ഇരിക്കുന്നത് മൊത്തം ഒരുപാട് ഒരു കൂട്ടുകാരുടെ ഒരു ഗ്യാങ്ങാണ് ഇവിടെ ഇരിക്കുന്നത്. ഒരു കൂട്ടുകാരുടെ കഥ അല്ലെങ്കിൽ കൂട്ടുകാർക്കൊപ്പം ഉള്ള ഒരു സിനിമ. വിനീതേട്ടൻ്റെ സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തുടക്കത്തിലെ മലർവാടി തൊട്ടിട്ട് ഇങ്ങോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കൂട്ടുകെട്ട് കാണാൻ പറ്റും. പ്ലസ് വിനീതേട്ടൻ ക്രിയേറ്റ് ചെയ്തൊരു വേൾഡ് ഉണ്ട്. ക്രിയേറ്റ് ചെയ്ത വേൾഡ് അല്ല, ക്രിയേറ്റ് ആയി വന്ന വേൾഡാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു പാറ്റേൺ ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പാറ്റേൺ മാറ്റി പിടിക്കാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു ടീമിനെ വിട്ടുപിടിക്കാത്തത്? അടുത്ത പടത്തിൽ ഇവരെല്ലാവരെയും മാറ്റിയിട്ട് ഞാൻ പുതിയ ആൾക്കാരുടെ കൂടെ അടുത്ത പടം ഷാനാണ് മ്യൂസിക്, അത് പിന്നെ വിശാഖാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ ഒരു സംഘത്തിനൊപ്പം തന്നെ എപ്പോഴും സഞ്ചരിക്കുന്നത്? അല്ല, നമുക്ക് നമ്മുടെ കൂട്ടുകാരാകുമ്പോൾ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാം. പിന്നെ ഇതാണ്, പല സമയത്തും നമ്മളെല്ലാവരും ഒന്നിച്ച് കാണുന്നത് തന്നെ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും. അപ്പോൾ അതൊരു ഭയങ്കര സന്തോഷമാണ്. ഈ പടത്തിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ചില കാസ്റ്റിംഗ് ഒക്കെ നമുക്ക് ഞാൻ ഉദ്ദേശിച്ച ആൾക്കാരെ കിട്ടാണ്ട് നമ്മുടെ കൂട്ടുകാരിലേക്ക് എത്തിയ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിപ്പോൾ ആലോചിക്കുമ്പോൾ നന്നായി. കാരണം ഞങ്ങൾ ഒരുമിച്ച് ഉള്ള കുറേ ഷൂട്ട്, എസ്പെഷ്യലി മൂന്നാറിൽ ഞങ്ങളെല്ലാവരും കുറച്ച് ദിവസം ഒരുമിച്ച് ഷൂട്ടുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്. ശരിക്കും പഴയ കാലത്ത് ഇപ്പോൾ എൻ്റെ അച്ഛനും പ്രിയനങ്ങളും സത്യനങ്ങളും അവരൊക്കെ ഒന്നിച്ച് ഷൂട്ട് ചെയ്യുമ്പോഴുള്ള കഥകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒന്നിച്ച് താമസിച്ചതും ഒന്നിച്ച് അങ്ങനത്തെ ഇപ്പോഴത്തെ ഒരു ലക്ഷറിയും വാനിറ്റിയും ഒന്നും ഇല്ലാതെയാണല്ലോ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും ഇപ്രാവശ്യം ഞങ്ങൾക്ക്. പല സമയത്തും വർഷങ്ങൾക്ക് ശേഷം വിശാഖം കൂടെ പ്രൊഡ്യൂസർ ആയതുകൊണ്ട് അല്ല, അത് ശരിക്കും ഇപ്പം മലർവാടിയിൽ വർക്ക് ചെയ്ത ആളുകൾ തൊട്ട് ഹൃദയത്തിൽ വർക്ക് ചെയ്ത ആളുകൾ വരെ ഒരുപാട് പേര് ഒരുമിച്ച് വന്ന സിനിമ ഇതാണ്. അതൊരു ഭയങ്കര, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു അൺഫർഗറ്റബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാനായിട്ടല്ലായിരുന്നല്ലേ ഈ വിശാഖേട്ടനും അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്? പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി പല അടവും വിശാഖിൻ്റെ കയ്യിലുണ്ട്. അല്ല, കുട്ടിയെല്ലാം മനസ്സിലാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. മുഖലക്ഷണം നോക്കിയിട്ട് പറയാണോ? ചോദിച്ചതേ ഉള്ളൂ. പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി അല്ല, വിശാഖേട്ടൻ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടല്ലോ. ഒരു ഷോർട്ടേ അഭിനയിച്ചിട്ടുള്ളൂ. അതിന്റെ കാരണം പറഞ്ഞു. രവി ത്യാഗരാജൻ ഉണ്ടല്ലോ, ത്യാഗരാജൻ മോഹൻ അഭിനയിക്കേണ്ട ഒരു ചെറിയൊരു മോണ്ടാഷ് കട്ടായിരുന്നു അത്. അപ്പോൾ അദ്ദേഹം ഒരു ഫൈറ്റ് സീൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോകുമ്പം നമ്മൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങനൊരു സംഗതി ഉണ്ട്, ചെയ്യാവുന്ന. അപ്പോൾ അദ്ദേഹം ഡ്രസ്സൊക്കെ ചെയ്ത് ഒരു ക്യാപ്പൊക്കെ ഇട്ട് വന്നു. പക്ഷേ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഒരു പേസിൽ ഈ സീൻ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റിയില്ല. അത് ഉച്ചയ്ക്ക് ശേഷം ആവും. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം പുള്ളിയുടെ ഫ്ലൈറ്റ് ഉണ്ട്. അപ്പോൾ പുള്ളി തൊപ്പി അഴിച്ച് വെച്ച് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഫ്ലൈറ്റിൻ്റെ സമയമായി, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ യാത്ര.com എടുത്തിട്ട് ആപ്പ് നോക്കുന്ന സമയത്ത് നൈറ്റിലത്തേക്ക് ടിക്കറ്റ് മാറ്റിക്കഴിഞ്ഞാൽ 10,000 മുകളിൽ വരുന്നുണ്ട്.
അപ്പം ഞാൻ നേരെ വിശാഖിൻ്റെ ആരെ ഈ റെട്രോ ലുക്കുള്ള ആരെയും ഇപ്പോൾ പിടിക്കുക. അപ്പോൾ റെട്രോ ലുക്ക് റെട്രോ ലുക്ക് എന്ന് പെട്ടെന്ന് ആലോചിച്ചപ്പോഴേക്കും വിശാഖ്. അപ്പോൾ വിശാഖിൻ്റെ അടുത്ത് ചെന്ന് അഭിനയിക്കാൻ പറഞ്ഞാൽ ഞാൻ വിശാഖ് അഭിനയിക്കില്ല. അപ്പം ഞാൻ നേരെ ഈ ആപ്പിൽ കാണിച്ചു കൊടുത്തു. പുള്ളിയുടെ ടിക്കറ്റ് മാറ്റിക്കഴിഞ്ഞാൽ 10,000 രൂപ എക്സ്ട്രാ വരും. അപ്പോൾ അതിന് പകരം അഭിനയിക്കാൻ വിശാഖിന് കറക്റ്റായിരിക്കും, ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പം തന്നെ തൊപ്പിയെടുത്തിട്ടു. ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, ആ 10,000 5,000 ആയിരുന്നെങ്കിലും 3,000 ആയിരുന്നെങ്കിലും വിശാഖ ആ തൊപ്പി ഇട്ടേനെ. അന്ന് ഷൂട്ട് നിന്ന് പോകരുന്നുണ്ട്. അതെ, ആത്മാർത്ഥത. എത്ര ആർട്ടിസ്റ്റ് ഉള്ളതാ, എത്ര ആൾക്കാർ. അപ്പം നമ്മൾ അവരുടെ കൂടെ നിൽക്കണ്ടേ? ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഷാനിക്ക, സംഗീത സംവിധായകന്റെ കുപ്പായം അങ്ങോട്ട് അഴിച്ചു വെച്ചിരിക്കുകയാണ്. ഇനി മുഴുനീള നടനായി മാറാൻ പോവുകയാണ്. ഒരിക്കലും ഇല്ല. പക്ഷേ വിശാഖേട്ടൻ നേരത്തെ പറഞ്ഞത് ഈ സിനിമയോട് കൂടിയിട്ട് ഷാനിക്കയുടെ തലവര മാറുന്നതാണ്. തലവരെ മാറുന്നത് നോക്കാം, അത് എന്താവും എന്നുള്ളതാണ് ഞാനിങ്ങനെ ആലോചിക്കണേ. പക്ഷെ ആ ഷോർട്ടിൽ കണ്ടപ്പോഴേ നമുക്ക് ഏതാണ്ട് മുരളിച്ചേട്ടൻ്റെ ഒക്കെ ഒരു ലുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അതാന്നാ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതെ അതെ, മുരളിച്ചേട്ടൻ അറിയോ ഇത്? അല്ലല്ലോ ഞാൻ ചോദിച്ചാ, അദ്ദേഹം അറിഞ്ഞാൽ നല്ലതാണല്ലോ. എന്നാലും എങ്ങനെയാണ് ഷാനിക്ക ഈ ഒരു വേഷത്തിലേക്ക് എത്തിപ്പെടുന്നത്? ഒരു റീബ്രാൻഡിങ് ആണ് നടക്കുന്നത് അവിടെ. അല്ല, അത് ഞാൻ ശരിക്കും ടീസർ കണ്ടപ്പോൾ ഞാൻ ഞെട്ടി. നമ്മുടെ ബാൻഡിൻ്റെ പ്രാക്ടീസിൻ്റെ സമയത്താണ് ഈ ടീസർ റിലീസാവണേ. അപ്പം ഇപ്പം എനിക്കിപ്പോൾ ഒരു ബാൻഡുണ്ട്. അപ്പോൾ ആ ബാൻഡിൻ്റെ കൂടെയാണ് ഞാൻ ഈ ടീസർ കാണുന്നത്. അപ്പം ഇവൻ എന്നോട് പറഞ്ഞു, അളിയ ടീസർ ഇറങ്ങുന്നുണ്ട്, ഒന്ന് ഷെയർ ചെയ്യണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ ഇങ്ങനൊരു ഐറ്റം വരുന്നുണ്ടെന്നുള്ള ഞാൻ വിചാരിച്ചു ഇത്, കാരണം എനിക്ക് ടോട്ടലി 1-2 ദിവസത്തെ ഷൂട്ടേ ഉണ്ടായിട്ടുള്ളൂ. ഒരു വലിയ മുഴുനീള ക്യാരക്ടറൊന്നുമല്ല. ഞാൻ വിചാരിച്ചു ഉണ്ടാവില്ല, ടീസറിലൊന്നും ഉണ്ടാവില്ല. പക്ഷേ ടീസറിൽ ഫസ്റ്റ് തന്നെ എൻ്റെ പേര് ഇങ്ങനെ വന്ന് റീബ്രാൻഡിങ് ഷാൻഡ്രമാൻ എന്നൊക്കെ വന്നപ്പോഴേക്കും എൻ്റെ ബാൻഡും ഒക്കെ അങ്ങ് സെലിബ്രേറ്റ് ചെയ്ത് അപ്പം തന്നെ ഒരു 10-20 സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കി അതിൻ്റെത് ഗ്രൂപ്പിലൊക്കെ ഇട്ട് ഇതാക്കി. ഇതിലേക്ക് എങ്ങനെ വരുന്നതെന്നുള്ളത് അത് അവൻ തന്നെ പറയണം. പക്ഷേ എനിക്കിത് ഭയങ്കര രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അല്ലേ, രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. നീ എന്താ പെട്ടെന്ന് ചിരിച്ചേ? ആ എക്സ്പീരിയൻസ് ഓർത്തിട്ട് ശരിയാ. പക്ഷെ എനിക്ക് ഉണ്ടായ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സെറ്റാണ്, ഇഷ്ടംപോലെ ആളുകൾ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളവിടെ പോയിട്ട് കുളമാക്കാൻ പാടില്ല, സമയം വേസ്റ്റ് ആക്കാൻ പാടില്ല. പക്ഷെ ആ എൻ്റെ ഷോട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇവൻ അത് സെലിബ്രേറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് മനസ്സിന് ഒരു സമാധാനം ഉണ്ടായി. അപ്പോഴൊക്കെ ആണ്. പിന്നെ ഡബിങ്ങിൻ്റെ സമയത്തും അല്ലെ നീ ഇത് കയ്യിന്നിട്, ഇതിട്, എന്ത് ഇവൻ കുറേ സാധനങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഡബിലൊക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ട് അവിടുന്ന് സമാധാനത്തിൽ ഇറങ്ങുമ്പോൾ നമുക്കൊരു സമാധാനം. എങ്കിലും ഏത് പണിയാറ്റി മ്യൂസിക് ഡയറക്ഷൻ. പിന്നെ മാറ്റി പറ, ഒരു കൊല്ലം. ഒരു കൊല്ലല്ലേ ആക്ടർ കണ്ടോ? മ്യൂസിക്കിന് പാടല്ലേ ഷാനിക്ക? അതിൽ കുറേ സപ്തസ്വരങ്ങളൊക്കെ എന്താവുന്നു എനിക്കറിയാത്ത ഒരു പക്ഷെ അഭിനേതാവും ആവാം. ഷാൻ്റെ ഫസ്റ്റ് ഷോട്ട് നമ്മൾ എടുത്തിരുന്നു. അപ്പോൾ ഒരു കാറിൽ ഇങ്ങനെ സ്ലോ മോഷനിൽ വന്ന് ഇറങ്ങുന്നതാണ് ഷോട്ട്. അപ്പം നമ്മൾ വെച്ചിട്ട് ഷാൻ സ്ലോ മോഷനിൽ ഇറങ്ങുമ്പോൾ എന്തോ ഒരു കുറവ് പോലെ ഉണ്ട്. അതായത് കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇത് അമൽ നീരദിൻ്റെ പടത്തിലെ നായകൻ വരുന്ന പോലെ അല്ലല്ലോ വേണ്ടത്. അപ്പോൾ ലാസ്റ്റ് ഞാൻ അവൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, എടാ ഇറങ്ങിയിട്ട് ഒന്ന് ചുറ്റും നോക്കിയിട്ട് ഒന്ന് തുപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അടുത്ത ഷോട്ടിൽ നേരെ വന്ന് ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഒരു തുപ്പി. അപ്പം കറക്റ്റാണ്. ഒരു പുച്ഛത്തോടുള്ള. അതെ, അതായത് വന്നിറങ്ങുന്ന സ്ഥലം ആരും വിലയില്ല. ആ സാധനം കറക്റ്റായിട്ട് ആ ക്യാരക്ടർ ക്യാരി ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്യാരക്ടർ വിചാരിച്ചപ്പോൾ ഷാനിക്കയുടെ മുഖം തന്നെയായിരുന്നു. ഞാൻ ഇവനെ മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ. ആ കറക്റ്റാ വിനീത, അത് സത്യമാണ് പറഞ്ഞു. ഞാൻ എഴുതുന്നതിന് മുമ്പ് തന്നെ വിശാഖിനോട് ഞാൻ പറഞ്ഞിരുന്നു, ഈ സംഗതി ഷാനായിരിക്കും ചെയ്യുക എന്ന് പറഞ്ഞു. ഞാൻ ദിവ്യയുടെ അടുത്ത് പറഞ്ഞു, ദിവ്യ കുറേ ചിരിച്ചു. ബെസ്റ്റ്. ഷാനിക്കയിലെ നടനപ്പോൾ ആദ്യം തിരിച്ചറിഞ്ഞത് വിനീതേട്ടനാണോ? കുറേ കാലമായിട്ട് അഭിനയിക്കുന്നുണ്ട് ഇവൻ, കുറേ വർഷങ്ങളായിട്ട് അഭിനയിക്കുന്നുണ്ട്. ഡയറക്ടർമാർ സ്കോർ ചോദിക്കുമ്പോഴും പാട്ട് ചോദിക്കുമ്പോഴും ഫംഗ്ഷന് പോകാനുള്ള ആൾക്കാർ വിളിക്കുമ്പോഴും ഇവൻ്റെ ആക്ടിങ് പല രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അവസാനം നമ്മുടെ ഡബിന് വരുന്ന സമയത്ത് ഒരു വോയിസ് നോട്ട് എനിക്ക് അയച്ചിരിക്കുക രാവിലെ, അളയാ തീരെ വയ്യ അളയാ. ഷാനിക്ക നല്ലൊരു മിമിക്രി കലാകാരൻ കൂടിയാണെന്നാണ് സുഹൃത്തുക്കൾ വിലയിരുത്തുന്നത്. ഇവൻ സ്വന്തം ശബ്ദത്തിൽ സംസാരിക്കല്ല, മൊത്തം മിമിക്രിയാണ്. ഇതൊന്നും സത്യമല്ലെന്ന് ഇവന് പറയാൻ പറ്റില്ല, കാരണം ഇവൻ മനസാക്ഷിയുള്ളവനാ. ശരി, അടുത്ത ചോദ്യം. ഓക്കെ. അജു ചേട്ടൻ ഒരിക്കലും
ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, വിനീതേട്ടനോട് ഒഴികെ ബാക്കി എല്ലാ സംവിധായകരോടും ഞാൻ ചാൻസ് ചോദിക്കുന്നു. ഈ വർഷങ്ങൾക്ക് ശേഷത്തിൻ്റെ ഭാഗമായത് ഇതുപോലെ ചാൻസ് ചോദിക്കാതെ തന്നെയാണോ അതോ? ചാൻസ് ചോദിക്കാതെ തന്നെയാണ് അതിൽ ആദ്യം കാസ്റ്റായത്. പിന്നെ വിശാഖ് വഴി ഞാൻ അതിൽ വേറൊരു ക്യാരക്ടർ ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പം ഞാൻ വിശാഖ് വഴി അത് ഓപ്പറേറ്റ് ചെയ്തു. ഇത് ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ചെയ്ത ക്യാരക്ടറിന് വേണ്ടി. അപ്പോൾ അത് തീർച്ചയായിട്ടും ആ വഴിയാണ് ആ ഓപ്പറേഷൻ പോയത്. ആ കൈ കടത്തലാണ് വന്നത്. എങ്കിലും വീണ്ടും എന്താ പറയുക, ഒരു മെൻറ്ററിൻ്റെ കൂടെ വർക്ക് ചെയ്യാണ്. അപ്പം ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു സെറ്റ്, വീണ്ടും പഴയ ടീമെല്ലാം ഒന്നിക്കുന്നു വർഷങ്ങൾക്ക് ശേഷം. ഏറ്റവും വലിയ സന്തോഷം അതാണ്. കാര്യം മലർവാടിയിലുള്ള എല്ലാവരും വീണ്ടും ഒരുമിച്ച് ഒരു സിനിമയിൽ വരുന്നു. വിനീത് കുറേ വർഷങ്ങൾക്ക് ശേഷം, ഇപ്പോൾ ഹൃദയം കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നത് അതിന് ഹൃദയത്തിന് മുന്നേ കുറേ മുമ്പ് ഒരു സിനിമ ചെയ്തത്. പക്ഷെ ഇത്രയും പേരെ വെച്ചൊരു സിനിമ ചെയ്യുക, അതെല്ലാവരും കൂടെ ഒരു ലൊക്കേഷനിലൊക്കെ ഉണ്ടാകാൻ പറ്റുക, ഇത് ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മളുടെ മെമ്മറീസിലോട്ട് മാറുന്നൊരു കാര്യമാണ്. അപ്പോൾ അതാണ് ഈ സിനിമ എനിക്ക് കൂടുതലും. റോളും ക്യാരക്ടറും ഒക്കെ ആക്ച്വലി സെക്കൻഡറി ആയിരുന്നു. ടു ബി പാർട്ട് ഓഫ് ദി ഫിലിം, ഇൻ ദ ഫിലിം എന്നേ ഉള്ളായിരുന്നു. ആക്ച്വലി റോള് ഞാൻ ചോദിച്ചിട്ടില്ല, ജസ്റ്റ് എന്ന് കേട്ടു. അവിടെ ചെല്ലുമ്പം പറഞ്ഞു തരും, ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഓർക്കുന്നുണ്ട് ഹൃദയം ചെയ്യുമ്പം ബസ്സിൽ വരുന്ന സീൻ ആദ്യം. അപ്പോൾ ഞാൻ വിനീതിൻ്റെ സീൻ പറഞ്ഞു തന്നു. ഞാനപ്പം ഞാൻ മനസ്സിൽ നന്നായി ചെയ്ത് കാണിക്കാം, ഞാൻ നന്നായി ചെയ്ത് കാണിച്ചപ്പോൾ പിന്നെ അതല്ലടാ നീ കുറച്ചും കൂടി ഓവറാക്കി ചെയ്തോ. അപ്പോൾ അല്ല നീ അങ്ങ് ഫ്രീ ആയിട്ട് ചെയ്യും. അപ്പോൾ ഞാൻ കുറച്ച് കുളമാക്കി ചെയ്തു. അപ്പോൾ ഞാൻ ദൂരെ ബസ്സായതുകൊണ്ട് ചെറിയ മോണിറ്റർ അദ്ദേഹം യൂസ് ചെയ്യുന്നത്, വലിയ മോണിറ്ററല്ല. ഞാൻ ദൂരെ അപ്പോൾ ചെന്ന് കാണാൻ പാടാം, ബസ്സിൻ്റെ അവിടെ ഫുൾ സാധനങ്ങളൊക്കെ വെച്ചേക്കുക. ഞാൻ ദൂരെ നോക്കിയപ്പോൾ ഒരാൾ, അപ്പോൾ ഞാൻ ഇനി ഞാൻ എന്ത് പറയാനാ. അപ്പോൾ ഞാൻ മുഹമ്മദിനെ എൻ്റെ കൂടെയുള്ള എൻ്റെ മാനേജറോട് ഞാൻ പറഞ്ഞു, കണ്ടോ ഇനി ഞാൻ എങ്ങനെ ഇതിനെ മാറ്റാൻ ചോദിക്കും. അതായത് വിനീത് കട്ട് പറയുന്നത് ഒരു 2-3 സ്റ്റൈലാണ്. ജസ്റ്റ് ഒരു ഓക്കെ ആണെങ്കിൽ കാട് എത്രേ ഉള്ളൂ. ഗംഭീരാണ് പിന്നെ ഒരു ചാട്ടമുണ്ട് ആക്ടർക്ക് ഒരു അതാണല്ലോ റിസൾട്ട്. ഇപ്പോൾ ഡബ് ചെയ്യുമ്പോൾ, ഈ പടം ഡബ് ചെയ്യുമ്പം ഇപ്പോൾ എനിക്ക് ബേസിക്കലി ഇപ്പോൾ പേടിയാണ്. നമ്മൾ ഇപ്പോഴത്തെ റിവ്യൂസ്, പേടി എന്ന് പറഞ്ഞാൽ റിവ്യൂവേഴ്സിന് ഭയമുണ്ട്. കാര്യം അവർ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ അവർക്ക് ഒരു ഇരയായി പോകാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് നമ്മൾ മര്യാദയ്ക്ക് ഒക്കെ ചെയ്ത് പോകണം എന്നുള്ളതുകൊണ്ട്. പക്ഷെ വിനീതിൽ ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അദ്ദേഹം പറയുന്നത് ചെയ്യും. അപ്പോൾ ഡബിന് വന്നപ്പോഴും ഞാൻ ഇച്ചിരി താത്തിയൊക്കെ ഡബ് ചെയ്തു. അപ്പോൾ വിനീത് കൺസോൾ ചെയ്ത്, എടാ ഇത് KCF ഒന്നുമില്ല, നമ്മുടെ തിണ്ണപ്പടം, നീ അങ്ങ് മാറി വെച്ച് ഡബ് ചെയ്യേ. എന്തോടോ തിണ്ണപ്പടമെന്ന്, നമ്മുടെ ഹോം പടമാണ് ഇത് കേരള ക്രൈം ഫയലല്ല, നമ്മുടെ തിണ്ണപ്പടം, നീ പിടിച്ചൊന്നും ചെയ്യല് നീ. പിന്നെ വെച്ചലക്കി. അല്ല നമുക്ക്, ഞാൻ വിനീതിനോട് പറഞ്ഞു, നമുക്ക് അറിയില്ലല്ലോ ഇന്ന് പ്രേക്ഷകർ കഴിഞ്ഞ് ഇവരൊക്കെ എന്താണ് ഇതിനെ പറയാൻ പറയുന്നത്. നമുക്കൊരു മോശം ഒരു പ്രവൃത്തി കൊണ്ട് ആ സിനിമയ്ക്കൊന്നും വരാൻ പാടില്ലല്ലോ. ശ്രീറാം വേട്ട ഇതുപോലെ തന്നെ മലർവാടി തുടങ്ങിയതാണ്, ഇപ്പോഴത്തെ വീണ്ടും ആ കൂട്ടത്തിനൊപ്പം വന്ന് ചേർന്നിരിക്കുകയാണ്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഭയങ്കര ഉഗ്രൻ എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഈ പറഞ്ഞ പോലെ എല്ലാവരെയും കുറേ കാലത്തിന് ശേഷം കാണുന്നത്, ഇവരെല്ലാവരും അതെ. അപ്പം തട്ടത്തിൻമറയത്തിന് ശേഷം ഞാൻ വിനീതേട്ടൻ്റെ കൂടെ ഈ വർഷങ്ങൾക്ക് ശേഷം ആണ് ചെയ്യുന്നത്. അതൊക്കെ ഭയങ്കര എന്താ പറയുക, ഇവരൊക്കെ മലർവാടിയിൽ എല്ലാവരും ഒരുമിച്ച് കണ്ട ഒരു ആംബിയൻസ് എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ. കാരണം എല്ലാവരും പല പല വഴിയിലേക്ക് ഈ പറഞ്ഞ പോലെ പോകുന്നതിൻ്റെ മുന്നേ ഉണ്ടായിരുന്ന ഒരു പടമായിരുന്നു അത്. എല്ലാവരും സ്ട്രഗിളിങ്ങും പല പല ഇതിൽ നിന്ന് കമ്പൈൻ ചെയ്തിട്ട് വരുന്നു. അപ്പം അവരെല്ലാവരും പിന്നെ കാണുന്നത് സ്റ്റാർസായിട്ടും എല്ലാവരും ദ നെയിംസ് എന്ന് പറഞ്ഞ് നമ്മൾ അറിയപ്പെടുന്ന ആൾക്കാരായിട്ടാണ്. അപ്പോഴും പഴയ ആൾക്കാർ അതേപോലെ തന്നെയായിരുന്നു. സ്വഭാവത്തിലൊരു വ്യത്യാസമോ. ഡയറക്ടറിൽ മാറ്റം വന്നിട്ടുണ്ടോ അന്നത്തെ സംവിധായകനിൽ നിന്ന്? വിനീതേട്ടൻ അന്നും ഇതേപോലെ തന്നെയായിരുന്നു. ഈ പറഞ്ഞ പോലെ ഭയങ്കര ലൈറ്റായിട്ട് നമുക്കിങ്ങനെ കാര്യങ്ങൾ അടുത്ത് വന്നിട്ട് നമ്മളടുത്തത് ഇതാണ് കേട്ടോ ചെയ്യാൻ പോകുന്നതെന്ന് അല്ലേ. അതേപോലെ തന്നെ മലർവാടിയിലും അങ്ങനെ തന്നെയായിരുന്നു വിനീതേട്ടൻ. ഇപ്പോഴും ഞാൻ ആലോചിക്കും, ഈ മനുഷ്യന് ഒരു മാറ്റവും സ്വഭാവത്തിലോ ഒരുപാട് കംഫർട്ടബിൾ ആക്കും. അത് അവരാണല്ലോ മേജർ ടൂൾ. സിനിമ കഥാപാത്രങ്ങളാണല്ലോ ഡ്രൈവ് ചെയ്യേണ്ടത്. വിനീതേട്ടാ എങ്ങനെ എപ്പോഴും ഇതുപോലത്തെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത്? ജനറലി എനിക്കിഷ്ടമുള്ള കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനത് എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് നല്ല ആക്ടേഴ്സിനെ ഫ്രെയിമിൽ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പം നമ്മൾ എഴുതിയ സാധനം അവർ ഡെലിവറി ചെയ്യുമ്പോൾ അത് പ്രോപ്പറായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാനത് ഭയങ്കര ആസ്വദിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ
അങ്ങനെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടെമ്പറമെൻറ്റ് ഇഷ്യൂസ് അങ്ങനെ വരാറില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലൊക്കെ നമ്മുടെ ഷൂട്ട് നിന്ന് പോകും എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വരുമല്ലോ, ആ സമയത്ത് ഞാൻ പാനിക്കാവും. ആ പാനിക്കിലാണ് ഞാൻ എപ്പോഴെങ്കിലും ചൂടാകുന്നത്, അത്ര മാത്രമേ ഉള്ളൂ. ഈ സിനിമയ്ക്കകത്തൊരു ഡയലോഗ് കണ്ടിരുന്നു, ഇതുപോലൊരു മണ്ടം പ്രൊഡ്യൂസറെ എനിക്കിനി വേറെ എവിടെയും കിട്ടില്ല. ഈ പ്രാവശ്യം മണ്ടൻ ഇച്ചിരി സ്ട്രെസ് കൂടിയിട്ടാ എല്ലാ ഇന്റർവ്യൂ കഴിയുന്ന ഒരു സ്ട്രെസ് കൂടുന്നുണ്ട്. മാത്രമില്ല, ഇതുപോലൊരു മണ്ടൻ പ്രൊഡ്യൂസറിനെ ഉള്ളൂ. എന്നാ ഇതുപോലൊരു മണ്ടം പ്രൊഡ്യൂസറെ വീണ്ടും വീണ്ടും അതായിട്ട് പറഞ്ഞോണ്ടിരിക്കുന്നത്. അങ്ങനല്ല, ഇതുപോലൊരു മണ്ടൻ പ്രൊഡ്യൂസർ ആരെങ്കിലും റോൾ മോഡൽ ആക്കിയിരുന്നോ അഭിനയിക്കാനോ? ഈ മണ്ടൻ പ്രൊഡ്യൂസർ ആക്ച്വലി ഞാൻ പറയട്ടെ, അഭിനയത്തിന് ഞാൻ സത്യസന്ധമായും ഒരു റെഫറൻസും ഞാൻ പൊതുവേ എനിക്ക് അറിയില്ല എടുക്കാൻ, അല്ലാതെ എടുക്കില്ല എന്നുള്ള ധാർഷ്ട്യമല്ല. എനിക്കത് കോപ്പി അടിക്കാൻ അറിയാമെങ്കിൽ എളുപ്പമായിരുന്നു. വിനീത് പറയുന്നത് ചെയ്യുക എന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷേ എന്നോട് ഈ റോൾ തന്നപ്പോൾ നമ്മുടെ യഥാർത്ഥ പ്രൊഡ്യൂസറിൻ്റെ റെഫറൻസ് ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു, എൻ്റെ ക്യാരക്ടറിന്. അപ്പം നാച്ചുറലി അവളുടെ എല്ലാ ചോദ്യത്തിനും ഉത്തരം കിട്ടി. ഇതായിരുന്നു ചോദിച്ചെടുക്കാൻ വേണ്ടി ഇരുന്നത്, അത് കറക്റ്റായിട്ട് കൊടുത്തു. എങ്കിലും വിശാഖേട്ടാ, സ്വന്തം കയ്യിൽ നിന്ന് കാശ് എടുത്ത് കൊടുക്കുന്ന പടത്തിനകത്തുനിന്ന് ഇതേപോലെ സ്വന്തം ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ള ഒരു ഫീൽ എന്തായിരുന്നു? എന്ത് കിട്ടിക്കൊണ്ടിരിക്കും? ഇതുപോലത്തെ ട്രോളുകൾ എല്ലാം സുഹൃത്തുക്കളാണല്ലോ. ഈ ടീസർ ആദ്യം കാണിച്ചപ്പോഴേ ഞാൻ ചോദിച്ചതാ, ഇതിവിടെ വേണോ വേണ്ടോ? എടാ, മലയാളികൾ അങ്ങനെ ആലോചിക്കില്ല. അവരാലോചിക്കും നീ വളരെ ബുദ്ധിമാൻ. ഞാൻ ചോദിച്ചാൽ അങ്ങനെ ആരും ആലോചിക്കില്ല. എന്തെടുത്താലും ഒരു വാക്കുണ്ട്, എസ്തെറ്റിക്കലി. ആരും ഇത് വിചാരിക്കില്ല. അപ്പോഴേ ഞാൻ പറയും, ഇത് കഴിയുമ്പോൾ ഞാൻ ഏറെ നിൽക്കാൻ പോകണം. കട്ടൊന്നും പറഞ്ഞില്ല. കട്ട് പറയുന്നു. അതിൽ ഈ പടത്തിലൊരു ഡയലോഗ് ഉണ്ടല്ലോ, എന്ത് പറഞ്ഞാലും അപ്രൂവ് ചെയ്യുന്ന ആളാ. മനഃപൂർവ്വം ഇട്ടതാണോ വിനീതേട്ടാ? ഇല്ലില്ല, ആ സിറ്റുവേഷൻ അത് കറക്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് വിശാഖിന്റെ പേര് വരുന്നത് സിറ്റുവേഷന് കറക്റ്റ് ആയിരുന്നു. ഡയറക്ടഡ് ബൈ അതിന് മുമ്പ് ഞാൻ തമാശക്ക് പറഞ്ഞിട്ടുണ്ട്. എന്നോട് പറഞ്ഞു ഡയറക്ടറിന്റെ കാർഡ് ഇപ്പുറത്ത് വെക്കാൻ പറഞ്ഞു. പ്ലീസ്, ഞാൻ അപേക്ഷിച്ചു. ഇങ്ങനെ അപേക്ഷിച്ചില്ല, ഞാൻ രണ്ടാം തരം സമ്മതിച്ചു. സമ്മതിക്കും, നമ്മൾ എന്ത് പറഞ്ഞാലും സമ്മതിക്കും. സ്നേഹമുള്ള ആളാ. മണ്ടനോണ്ടല്ല, സ്നേഹമുള്ള. അല്ലല്ല, ഇതൊക്കെ ആണെങ്കിലും അത് അതർ സൈഡ് പറയുകയാണെങ്കിൽ ഇനിയും അങ്ങോട്ടുള്ള മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ എല്ലാ വിഭാഗം ഒരു സിനിമയുടെ പ്രൊഡക്ഷനും വ്യക്തമായി അറിയാനും അത് എക്സിക്യൂട്ട് ചെയ്യാനും നല്ല ധാരണയുള്ള ഒരു പ്രൊഡ്യൂസറാണ് വിശാഖ്. അതിപ്പോൾ പറയാൻ വേണ്ടി പറയല്ല. അതുപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ട് കാശും തരും, ചോദിക്കാതെ തന്നെ. സീരിയസ് നോട്ടിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സാധനം അപ്രൂവ് ചെയ്ത് വിടണമെങ്കിൽ അത് പ്രൊഡ്യൂസറിൻ്റെ കൺസെൻറ്റിലാണ് നമുക്ക് വിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഹ്യൂമർ സെൻസ് വിശാഖിന് ഉള്ളത് കൊണ്ടാണ് ആ ടീസർ പുറത്തു വന്നത്. അപ്പോൾ അതിനുള്ള ബുദ്ധി അവനുണ്ട്. ഇത് സെല്ല് ചെയ്യുമെന്ന് അവനും കൂടെ റിയലൈസ് ചെയ്തുകൊണ്ടാണ് ഇത് പുറത്തു വന്നത്. ഞാൻ അത് റിയലൈസ് ചെയ്തില്ല. എനിക്ക് അങ്ങനത്തെ സെല്ലിങ് വേണ്ട, എനിക്ക് അങ്ങനത്തെ കച്ചവടം വേണ്ട. എനിക്ക് അങ്ങനത്തെ കച്ചവടം അല്ലാതെ കച്ചവടം എവിടെ നടത്തുന്നുണ്ട്? ഈ കച്ചവടം കൊണ്ട് ഇത് കാരണം കച്ചവടം നടക്കണില്ല. വിശാഖിന്റെ വൈഫിനൊക്കെ നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട് ടീച്ചർ. അവൾക്ക് അല്ലെങ്കിൽ ഇഷ്ടപ്പെടും ഇതൊക്കെ. ഇപ്പൊ അളിയാൻ വേർ തുടങ്ങി. ചൂടല്ലേ ഷാനിക്ക? അതെ അതെ, നീ കൂടുതൽ മണ്ടനായിക്കൊണ്ടിരിക്കും, വിട്ടേക്ക്. അതെ, നിങ്ങൾ ഈ ചേട്ടനെ ഞാൻ വിടാതെ പിടിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാ? എനിക്ക് കംഫർട്ട് സോൺ അത് തന്നെ. തിരിച്ചാ സോറി, അതൊരു സംഭവം ഉണ്ടല്ലോ. ധ്യാന്റെ അടുത്ത് ഞാൻ ഇതേപോലെ പറഞ്ഞു, വിനീതിന്റെ അടുത്ത പടവും ഞാൻ ചെയ്യുന്ന അളിയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താ ഇതാ അളിയനാണ് മണ്ടൻ, വിനീതിനല്ലേ ഏറ്റവും കംഫർട്ട് സോണ്. അപ്പൊ ഞാൻ വെച്ചാ അല്ലല്ലോ, എനിക്കല്ലേ. അല്ല, അളിയ എന്താ അങ്ങോട്ട് പറഞ്ഞാലും നോ പറയത്തില്ലല്ലോ, അതല്ലേ കംഫർട്ട് സോൺ. ഓ, അപ്പൊ ചേട്ടനും അനിയനും എന്നെ മണ്ടൻ. വിശാഖ് എന്നെയല്ല, ഞാൻ വിശാഖിനെയാണ് പിടിച്ചിരിക്കുന്നത്. ഇപ്പൊ എനിക്ക് ആ ടീച്ചറിൽ വന്നത് മനസ്സിലായി. എല്ലാ സിനിമ വരുമ്പോഴും ഇത് ചെറിയ പടം എന്റെ കരയാണോ? എന്റെ അവസ്ഥ കണ്ടിട്ടാ. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞുതരാം. മലർവാടി തട്ടത്തിൻ മറയത്ത് ജേക്കബിന് സർക്കാർ നമ്മൾ അവിടെ 30 ദിവസം കൊണ്ട്, ഇവിടെ ഊട്ടിയിലൊരു 3 ദിവസം, എല്ലാം കൊണ്ട് ഒരു 35-37 ദിവസം, 42 ദിവസം തീർന്ന പടമാണ്. അതും ഇൻ വെരി ലിമിറ്റഡ് ബഡ്ജറ്റിൽ തീർന്ന പടമാണ് അന്ന്. അത് കഴിഞ്ഞ് വരുന്ന പടമാണ് ഹൃദയം. ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ സ്കെയിലിന് നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം സ്കെയിൽ വീണ്ടും വലുതായി. അതെന്താ വിശാഖ കണ്ടോ?
അടുത്തൊരു കഥയും പറഞ്ഞിട്ടുണ്ട്, ഇതേപോലെ കൊച്ചു പടം എന്നാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കിപ്പോൾ ഊഹമുണ്ട് എന്തായിരിക്കും, എന്താണ് കൊച്ചെന്ന് ഉദ്ദേശിക്കുന്നത്. പുറത്തൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരു കൊച്ചുപാടാ. ഈ സിനിമയിലെ എടുത്തു പറയേണ്ട രണ്ടുപേര് ധ്യാൻ ചേട്ടനും പ്രണവും. എനിക്ക് തോന്നുന്നു നമ്മൾ യൂട്യൂബിൽ ഇതിൻ്റെ ടീസറും മറ്റും ഇറങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ കമൻസ് വന്നിരിക്കുന്നത് ധ്യാൻ ചേട്ടനാണ്. അതായത് ചേട്ടൻ അനിയനെ കൊണ്ട് നല്ലപോലെ പണിയെടുപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല നമുക്കെല്ലാവർക്കും അറിയാം ധ്യാൻ ചേട്ടൻ ഇൻ്റർവ്യൂവിലെ പൊന്നും വിലയുള്ള താരമാണ്. പക്ഷേ അവൻ ഇവിടെ ഇല്ലാത്തതിൽ നിരാശയുണ്ടോ? കുറച്ച് എനിക്കിതിപ്പോൾ പൊളിച്ചെടുക്കാൻ പൊന്നും വിലയുള്ള താരമാണ്. ആ താരത്തിലെ ഇത്രയും വലിയൊരു അഭിനേതാവ് ഉണ്ടെന്ന് ചേട്ടൻ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്? അല്ല, അവൻ നന്നായി അഭിനയിക്കുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അവനെ കൊണ്ടുവന്നാളല്ലേ അറിയുന്ന കാര്യമാണ്. ഇപ്പോൾ അല്ല, അജു ആണ് ധ്യാൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അജു ഒരുപാട് തവണ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അവൻ ശരിക്കും അവൻ വിചാരിക്കുന്നതിനേക്കാളും റേഞ്ചുള്ള ആക്ടറാണ്. അജു ആണ് ധ്യാനിന് വേണ്ടിയിട്ട് എപ്പോഴും എല്ലാ സ്ഥലത്തും അഡ്വക്കേറ്റ് ചെയ്യുന്ന ആൾ. ഒരുപാട് തവണ അജു തന്നെ പറഞ്ഞിട്ടുണ്ട് ധ്യാൻ്റെ അടുത്ത്, ചറവറ വാരി വലിച്ച് പടം ചെയ്യരുത്, ക്വാളിറ്റിയുള്ള പടം ചെയ്യണം. നമ്മളെല്ലാവരും പറയുന്ന കാര്യമാണ്, നമുക്കറിയുന്ന കാര്യമാണ് ധ്യാൻ പെർഫോം ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഈ പടത്തിൽ വന്നപ്പോൾ കറക്റ്റ് ധ്യാനിന് ടൈലർ മെയ്ഡ് ആയിട്ടുള്ളൊരു സംഗതിയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ധ്യാനും അപ്പുവും നിവിനും ഷാനും അങ്ങനെ കുറച്ച് പേര് നമുക്ക് ഡെഫിനറ്റായിട്ടും വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൽ ധ്യാനും അപ്പുവും നിവിനും ഇല്ലാതെ ഈ പടമേ ചെയ്യാൻ പറ്റില്ല. ഇവർ 3 പേരും ഇല്ലാണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവനെ അപ്രോച്ച് ചെയ്തത്. എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. കാലഘട്ടം ഉണ്ടല്ലോ, ഈ ലുക്ക് ചേഞ്ച് ഉണ്ടല്ലോ, കുറച്ചുകൂടെ മുതിർന്ന ഒരാളായിട്ട് അഭിനയിക്കുമ്പോൾ അങ്ങനെ ഒരു സംഗതി നമ്മൾ കണ്ടിട്ടില്ലല്ലോ. എസ്പെഷ്യലി ഇപ്പോൾ യങ്സ്റ്റേഴ്സ്, ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഒരുപാട് സിനിമകളിൽ ലാലങ്ങളും മമ്മൂട്ടിയങ്ങളും ഒക്കെ അവർ യങ്ങായിരിക്കുമ്പോൾ തന്നെ ഓൾഡ് ഏജ് ക്യാരക്ടേഴ്സ് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വളരെ അപൂർവമായിട്ടേ അത് നടക്കാറുള്ളൂ. അത് ആക്ടേഴ്സിന് തന്നെ അതൊരു ടെൻഷൻ ഉണ്ടാവും. അതായത് വലിയ സ്പാൻ ഓഫ് ടൈം നമ്മൾ ചെയ്യുമ്പോൾ അത് കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നേരെ തിരിച്ചടിക്കുമല്ലോ, പടത്തിൻ്റെ ഫെയ്റ്റ് തന്നെ മാറുമല്ലോ. അപ്പോൾ ധ്യാൻ്റെ കേസിൽ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്കൊരു കൺസേൺ. പക്ഷേ അത് റോണെക്സ് ഉള്ളതുകൊണ്ട്, റോണെക്സ് വന്നപ്പോൾ മേക്കപ്പ് മാനായിട്ട് വന്നപ്പോൾ നമുക്കതൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. റോണെക്സ് ധ്യാനെ മേക്കപ്പ് ചെയ്ത് ധ്യാൻ്റെ ലുക്ക് മാറ്റി തല ഒരു ഭാഗം ഷേവ് ചെയ്ത് അതിൻ്റെ കറക്റ്റ് ലുക്കിൽ കൊണ്ടുവന്ന് സെറ്റിൽ നിർത്തിയപ്പോൾ നമുക്ക് കറക്റ്റ് ആ ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ധ്യാൻ ചേട്ടൻ്റെ ഒരു കരിയർ ബെസ്റ്റ് ആയിട്ട് മാറുമോ വർഷങ്ങൾക്ക് ശേഷം? ഉറപ്പായിട്ടും. അതുപോലെ തന്നെ പ്രണവിനെയും ധ്യാൻ ചേട്ടനെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് എക്സ്ട്രീം ആയിട്ടുള്ള സ്വഭാവമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവരെ ഒരുമിച്ച്, കാരണം ഇവർ തമ്മിലുള്ള സീൻസ് ആയിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കും. അപ്പം ഇവരെ ഒരുമിച്ച് കൊണ്ടുപോകുന്നത് എത്രത്തോളം പ്രയാസമുള്ളതായിരുന്നു, അല്ലെങ്കിൽ അവരെ മിങ്കിൾ ചെയ്യിക്കാൻ സംവിധായകൻ എന്ന നിലയിൽ എങ്ങനെയാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്? അപ്പുവിനെ നമുക്ക് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. അപ്പു അത്രയും ഈസി ആയിട്ടുള്ള വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ധ്യാന് വരുമ്പോൾ അപ്പുവിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് ഞാൻ ആദ്യം ആലോചിച്ചത്. പക്ഷേ ഫസ്റ്റ് ഡേ തന്നെ ഇവർ തമ്മിൽ ഒരു ഭയങ്കര ഒരു ബോണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ലുക്ക് ടെസ്റ്റിൻ്റെ സമയത്ത് വന്നപ്പോൾ ധ്യാനും അപ്പും കൂടെ ബാൽക്കണിയിൽ നിന്ന് അവർ സംസാരിക്കുന്നത് ആണ് ഞാനും വിശാഖും ഇരുന്നിട്ട് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. കാരണം നമ്മുടെ 2 നടന്മാരാണല്ലോ, ഇവർ തമ്മിൽ എന്താ സംസാരിക്കുന്നത്, എങ്ങനെയുണ്ട്, ഒരുമിച്ച് നിൽക്കുമ്പോൾ എങ്ങനെയുണ്ട്. ഈ ഭാര്യനെയും ഭർത്താവിനെയും അല്ല ഈ ബ്രൈഡ് ആൻഡ് ഗ്രൂമിനെയൊക്കെ മറ്റേ റിലേറ്റീവ്സ് നോക്കൂലേ, ഇവർ തമ്മിൽ എങ്ങനെയുണ്ട്. അപ്പോൾ ഒരുത്തം നോക്കുന്ന പോലെ ഞങ്ങൾ അകത്തുനിന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം നമുക്ക് പല സാധനങ്ങളും മെമ്മറി പോകുന്നുണ്ട്. ഒന്ന് അച്ഛനെയും ലാലങ്കിളിനെയും ഇതുപോലെ നമ്മൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ പട്ടണപ്രവേശത്തിൽ ഇവരിട്ട് ആ CID കോസ്റ്റ്യൂം ഇട്ടിട്ട് ഇവർ 2 പേരും മുറിയിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ പട്ടണപ്രവേശത്തിൻ്റെ ഷൂട്ട് നടക്കുമ്പോൾ എവിടെയാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ആ ഹോട്ടൽ റൂമിൽ രാവിലെ അന്ന് കാരവാന സാധനമൊന്നുമില്ലല്ലോ, വിത്ത് മേക്കപ്പും കോസ്റ്റ്യൂമാണ് ഇവർ സെറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ മറ്റേ ഇതില്ലേ CID കോസ്റ്റ്യൂം ഉണ്ടല്ലോ, CID കോസ്റ്റ്യൂമിൽ ഇവർ 2 പേരും വന്ന് നിന്നതും ഫോട്ടോ എടുത്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അപ്പം തൊട്ട് നമ്മൾ കാണുന്ന ആൾക്കാരാണ് ഇവർ 2 പേരും. അപ്പോൾ ഇതൊക്കെ മെമ്മറിയിൽ വെച്ചിട്ട് ധ്യാനെയും അപ്പുവിനെയും ഒരുമിച്ച് കാണുമ്പോൾ അത് ഭയങ്കര പേഴ്സണലി വേറൊരു ഫീലാണ് എനിക്ക് തോന്നിയത്. ഫസ്റ്റ് ഡേ ഷൂട്ട് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ ഷൂട്ടിൽ ഇത് നമ്മൾ പ്ലാൻ ചെയ്തതല്ല, ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ളൊരു സീനാണ് നമുക്ക് എടുക്കേണ്ടതുണ്ടായിരുന്നത്. അതിനു മുമ്പ് ഇവർ അതിൻ്റെ തൊട്ട് പുറകിലുള്ള ചായക്കടയിൽ കയറിയിട്ട് ഒരു ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ബാക്കിലുള്ള ഫ്ലെക്സിലുള്ള ഫോട്ടോ അത് വിശാഖ് പറഞ്ഞിട്ടാണ് എടുപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ്, അപ്പോൾ ആ സമയത്തേ നമുക്ക് ഇവരുടെ ഒരു ബോണ്ട്, ഇവർ കണക്റ്റ് ആവുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. പിന്നെ നേരെ പോയിട്ട് 2 കൂടി വിത്തൗട്ട് റിഹേഴ്സൽ ആ സീൻ ചെയ്യുകയാണ്. 2 പേർക്കും അങ്ങനെ റിഹേഴ്സൽ എന്ന് പറയുന്ന പരിപാടിയൊന്നുമില്ല. ധ്യാനിന് ഒട്ടും താല്പര്യമില്ല റിഹേഴ്സൽ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യും. അപ്പൂനും അങ്ങനെ
സ്ട്രെയിറ്റ് ടേക്ക് പോകാന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡാണ്. പിന്നെ നമ്മൾ ആ ടേക്കാണ് കാണുന്നത്, രണ്ടുപേരും ആ ഗിവൻ ടേക്കിൽ ഇങ്ങനെ പെർഫോം ചെയ്യുന്നത്. ആ സീൻ കഴിഞ്ഞപ്പോൾ നമുക്ക് ഓക്കെ, ഈ പടം ഇവരുടെ കയ്യിൽ സേഫാണെന്ന് നമുക്ക്, എനിക്കും ഫീൽ ചെയ്തു, വിശാഖിനും ഫീൽ ചെയ്തു, ഞങ്ങളുടെ ചീഫ് അസോസിയേറ്റിനും ഫീൽ ചെയ്തു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ലുക്ക് ഉണ്ടായിരുന്നു, ഓക്കെ ഇവർ ക്യാരി ചെയ്യും ഈ പടം എന്നുള്ളത്. ഇതുപോലെ തന്നെ നമ്മൾ അതിനകത്ത് കമൻസിൽ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു, ഇന്ന സീനിൽ ഞങ്ങൾ ലാലേട്ടനെ കണ്ടു എന്ന് പറഞ്ഞിട്ടുള്ളൊരു, ഇപ്പം മീശ പിരിക്കുന്ന രംഗമായാലും ശരി, അങ്ങനെ 2-3 സീൻസിൽ ഞങ്ങൾ ലാലേട്ടനെയാണ് കണ്ടതെന്ന് പറഞ്ഞിട്ട്. വിനീതേട്ടൻ ശരിക്കും പ്രണവിൽ എപ്പോഴൊക്കെയാണ് ലാലേട്ടനെ കണ്ടിട്ടുള്ളത്? ഇപ്പം നമുക്ക് ആ സീനുകൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ ഈ മീശപിരി പിന്നെ മറ്റേ കള്ളും കുപ്പി 2 കയ്യിലും വെച്ചിട്ടുള്ളത്, ഇത് രണ്ടും ഞങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യാൻ തന്നെ പറഞ്ഞതാണ്. ബാക്കിയുള്ള അവൻ്റെ ബോഡിയിലുള്ള സാധനങ്ങളൊക്കെ നാച്ചുറലി വന്നതാണ്. അത് അതുപോലെ തന്നെയാണ് ഇതും, അതാണ് അതിൻ്റെ സംഭവം. എന്നിട്ട് ഒരു പർട്ടിക്കുലർ സീൻ ഉണ്ടായിരുന്നു, ഒരു സുന്ദരേട്ടൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ്, പുള്ളിയും അപ്പവും കൂടെയുള്ള കോമ്പിനേഷനാണ്. അപ്പോൾ ഈ സുന്ദരേട്ടനും അപ്പവും തമ്മിൽ സീനിന് വേണ്ടിയിട്ട് നിൽക്കുക. അപ്പോൾ സീനിന് വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ചിരിക്കുന്നു, ജസ്റ്റ് കൈ കൊടുക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഇവർ സംസാരിക്കുന്നൊന്നുമില്ല. ഇവരിങ്ങനെ രണ്ടുപേരും ഷൈ ആണ്. ഈ സുന്ദരേട്ടനും ഷൈ ആണ്, അപ്പവും ഷൈ ആണ്. ഞാൻ വിചാരിക്കുകയാണ് ഇത് ഇളകി ചെയ്യേണ്ട സീനാണ്, ഇവർ രണ്ടുപേരും കൂടി. അപ്പോൾ ഞാൻ അപ്പുവിനോട് പറഞ്ഞു, അപ്പു സുന്ദരേട്ടൻ അങ്ങനെ ഒരുപാട് സിനിമയിൽ അഭിനയിച്ച് പരിചയമല്ലോ, ഒന്ന് സംസാരിക്കുക. കുഴപ്പമില്ല പറഞ്ഞു. അപ്പോൾ ടേക്ക് പോകാമെന്നാണോ എന്ന് ചോദിച്ചു. ടേക്ക് പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സുന്ദരേട്ടൻ റിഹേഴ്സൽ വേണം. സുന്ദരേട്ടൻ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല ടേക്ക് പോകാം എന്ന് പറഞ്ഞു. എന്നിട്ട് ആക്ഷൻ വിളിച്ചപ്പോൾ പിന്നെ ഇവർ രണ്ടുപേരും ഇൻസ്റ്റൻ്റ്ലി 2 ആൾക്കാരായിട്ട് മാറുകയാണ്. എന്നിട്ട് ഒരു തവണ പോലും മര്യാദയ്ക്ക് സംസാരിച്ചിട്ടില്ലാത്ത 2 ആൾക്കാർ ഈ സാധനം ഇളകി അങ്ങ് ചെയ്യാണ്. അപ്പോൾ അതിലാണ് ഞാൻ ശരിക്കും അപ്പുവിനെ, അതായത് അപ്പുവിന് ഇങ്ങനെ ഇളകി ചെയ്യാൻ പറ്റും എന്നുള്ളത് ഡിസ്കവർ ചെയ്യുന്നത്. പാട്ടിൽ ദർശനയിലൊക്കെ നമ്മൾ ചെറിയ രീതിയിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ സീൻ ഇങ്ങനെ ബോഡിയൊക്കെ മൂവ് ചെയ്ത് അതിനിടയിൽ ആക്ടിവിറ്റിയും ഉണ്ട്. കയ്യിലുള്ള സാധനം അങ്ങോട്ട് പോകുന്നു, പിന്നെ ബോഡി ഇങ്ങോട്ട് ടേൺ ചെയ്യുന്നു, തിരിയുന്നു, ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. ആക്ടിവിറ്റിയുടെ ഇടയിൽ ഡയലോഗ് പറയുക, തെറ്റാണ്ടിരിക്കുക, മറ്റേ ആളുമായിട്ടൊരു ക്യാമറാഡറി സെറ്റ് ചെയ്യുക, അയാളെ പിടിച്ച് തള്ളുക, ഇതൊക്കെ ചെയ്യണമല്ലോ. ഇത് ഇവർ രണ്ടുപേരും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ആ സീനിലൊക്കെ ശരിക്കും നമുക്ക് സീനിയറിനെ ഓർമ്മ വന്നിട്ടുണ്ട് ഷൂട്ട് ചെയ്യുമ്പോൾ. ഇപ്പം കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ഒരു പാട്ടുണ്ടല്ലോ, നിവിൻ ചേട്ടൻ്റെ ഒരു പാട്ടുണ്ട്. അപ്പം അതിന് താഴെ ഈ പറഞ്ഞ പോലെ കമൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ കാണാം, നിവിൻ പോളി കംബാക്ക് ആന്തം എന്നാണ് പേര് മാറ്റണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിലത്തെ ഓരോ ലൈൻസും നിവിൻ ചേട്ടന് വേണ്ടി എഴുതിയതാണെന്നാണ് ആൾക്കാർ പറയുന്നത്. അപ്പം വിനീതേട്ടനാണ് അതിൻ്റെ ലിറിക്സ് എഴുതിയിട്ടുള്ളത്. അപ്പം നിവിൻ ചേട്ടൻ്റെ ഒരു തിരിച്ചുവരവ്, അത്രയും സ്ട്രോങ് ആയിട്ടുള്ള തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പം ഈ ഒരു തിരിച്ചുവരവ് മുന്നിൽ കണ്ടിട്ട് എഴുതിയതാണോ? അതുപോലെ തന്നെ നിവിൻ ചേട്ടന് മാത്രം ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്, അതിനപ്പുറം ചെയ്യാൻ പറ്റും തെളിയിച്ചിട്ടുള്ള നടനുമാണ്. അപ്പം നിവിൻ ചേട്ടനെ കൊണ്ടുവന്ന അല്ലെങ്കിൽ സിനിമയിലേക്ക് എത്തിച്ച ആ ഒരു സംവിധായകൻ എന്ന നിലയിൽ ഈ ഒരു ഗ്രാഫിനെ ചേട്ടൻ എങ്ങനെ നോക്കിക്കാണുന്നത്? എനിക്ക് അങ്ങനെയൊന്നും ക്ലെയിം ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മുടെ തന്നെ സിനിമയാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയില്ല. പക്ഷെ നമ്മളെല്ലാവരും കണ്ടത് വെച്ച് നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. നമുക്ക് നിവിൻ്റെ ഒരു സ്ട്രോങ് ഏരിയയിൽ നിന്നിട്ട് നിവിൻ കളിച്ചിട്ടുണ്ട്. അതിനുള്ള സ്പേസും ഉണ്ട്, നിവിനത് നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അജു കണ്ടപ്പോഴും അജുവിനും അതാണ് ഫീൽ ചെയ്ത്. അപ്പോൾ വിശാഖ് പടം കണ്ട ഉടനെ അന്ന് രാത്രി നിവിൻ ഒരു ലോങ് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ അത് വിശാഖ് എനിക്ക് കാണിച്ചു തന്നു. അപ്പം നമുക്ക് എല്ലാവർക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനി ജനങ്ങൾക്കും കൂടെ അത് ഫീൽ ചെയ്യട്ടെ. അത് ചേട്ടൻ നേരത്തെ വിനീതേട്ടൻ പറഞ്ഞു ധ്യാൻ ചേട്ടനിലെ ഒരു നടൻ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തിരിച്ചറിഞ്ഞത് അജു ചേട്ടനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, വിനീത് തിരിച്ചറിഞ്ഞിട്ട് ബാക്കി കണ്ടു. ശരി, എങ്കിലും ധ്യാൻ ചേട്ടൻ ചെയ്ത കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ കുഞ്ഞിരാമായണത്തിലൊക്കെ ക്യാരക്ടേഴ്സാണ് നമ്മൾ കുറേ പേർക്ക് ഒരു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രങ്ങൾ. അപ്പം അജു ചേട്ടൻ എങ്ങനത്തെ ചിത്രങ്ങളാണ് ധ്യാൻ ചേട്ടന് വേണ്ടി നിർദ്ദേശിച്ചിരുന്നത്? ധ്യാൻ ഏത് ആക്ടറിൻ്റെ കൂടെയും പിടിച്ചു വയ്ക്കാൻ ധ്യാന് പറ്റും. ബിക്കോസ് ധ്യാൻ ആക്ച്വലി വേഴ്സറ്റൈലാണ്. അത് ഇപ്പം നിവിൻ്റെ കൂടെ ഒരു പാട്ട് കണ്ടില്ലേ, ഏത് ആക്ടറിൻ്റെ കൂടെ ഇട്ടോ അയാൾ ഗംഭീര കെമിസ്ട്രി ഉണ്ടാകും. കാര്യം അയാളുടെ ഈ റിയൽ ലൈഫ് കേരള ജനത മുഴുവൻ അയാൾ കയ്യിലെടുത്തിട്ടില്ലേ ഇൻ്റർവ്യൂയിലൂടെ. ഒന്നുമില്ലെങ്കിലും ഒന്നും കയ്യിലില്ലെങ്കിലും ഒന്നുമില്ലാത്ത കാലത്തും ഈ കോൺഫിഡൻസ് പുറത്താക്കിയ സമയത്തൊക്കെ കട്ട കോൺഫിഡൻസ് തന്നെയാണ്. അതല്ല സാറ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോഴൊക്കെ കഥകൾ നമ്മൾ കേട്ടിട്ടില്ലേ. പുള്ളിക്ക് ഒന്നും മുകളിൽ ആകാശം താഴെ ഭൂമി. പക്ഷെ അത് വെരി റെയറാണ് അങ്ങനത്തെ ജന്മങ്ങൾ ആക്ച്വലി. പറ്റുമോ? ആർക്കും പറ്റില്ല. ഇവിടെ ഈ മുറിയിലിരിക്കുന്ന ആർക്കും അത് പറ്റില്ല. ജന്മം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ബേർഡ്സ്. അതേ ജന്മം ആക്ച്വലി മോശം വാക്കല്ല. അല്ല, മനസ്സിലായി. പക്ഷേ ചേട്ടൻ പറയുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അതിശയം ഇല്ല, സന്തോഷമാണ് വന്നത്. പിന്നെ അവൻ ഒരിക്കലും ഈ റൂട്ട് മാറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
ആര് ഡേറ്റ് വെച്ചാലും കൊടുക്കും. വളരെ വിശാല മനസ്കനാണ്. പിന്നെ ഇപ്പോൾ പതുക്കെ പതുക്കെ ഇൻഫ്ലുവൻസ് ചെയ്ത് എന്നെയും തിരിച്ച് അതിലോട്ട് ആക്കുന്നുണ്ട്. ഈ ആര് ചോദിച്ചാലും കൊടുക്കുന്നത്. ഞാനൊന്ന് മാറി വരികയായിരുന്നു, ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരുന്നതാ. ഒന്ന് സെലക്റ്റീവ് ആക്കാൻ. പക്ഷേ ഇപ്പം ഞാൻ നോക്കിയിട്ട് എന്തിനാ വെറുതെ. കാര്യം പുള്ളിക്ക് അങ്ങനെ ഒരു നോയില്ല. പുള്ളിക്കറിയാം ഇപ്പം ഇവിടെ എന്തോ ഒരു കോൺഫിഡൻസ് ഉണ്ട്. പുള്ളിക്ക് എഴുതി സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമെന്നറിയാം, ഇല്ലെങ്കിൽ കഥ സ്ക്രിപ്റ്റ് എഴുതി പറ്റുമെന്നറിയാം. ഒന്നും പറ്റിയില്ലെങ്കിൽ പുള്ളി ഇവനെ പിടിച്ച് ഡയറക്ടറാക്കി അതിലഭിനയിക്കും. ഇന്റർവ്യൂ കൊടുത്ത് ഞാൻ പറയട്ടെ, ഇന്ന് വരെ കേരളത്തിലെ സിനിമ ചരിത്രത്തിൽ ഭാഗമായ ഒരാൾ ഒരു പബ്ലിക് ഇവൻറ്റിൽ നിങ്ങളൊക്കെ എന്നെ സ്നേഹിച്ചത് എൻ്റെ സിനിമ കണ്ടിട്ടല്ല, എനിക്കറിയാം, എൻ്റെ ഇൻ്റർവ്യൂ മാത്രമാണ്. അതുകൊണ്ട് നാളെ നല്ല സിനിമ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കരുത്, വാശി പിടിക്കരുത്. നാളെ നല്ല ഇൻ്റർവ്യൂകളായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാൻ ശ്രമിക്കാം. അതിന് നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കണം. അതാണ് എനിക്ക് നിങ്ങളോട് കമ്മിറ്റ്. നിങ്ങൾ ഇന്ന് കാണുന്ന ഈ സ്നേഹം എനിക്ക് കിട്ടിയത് ഇൻ്റർവ്യൂയിലൂടെയാണ്. ഇത് പറഞ്ഞ് സ്നേഹം നേടിയ ഒരാൾക്ക് ഈ നല്ലൊരു സിനിമ കൊടുക്കണം വല്ല നിർബന്ധമുണ്ട്? അവൻ്റെ നാവ് മാത്രം പോരെ. പിന്നെ കഥകൾ അതെന്നും അവൻ്റെ ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കും. വിനീതേട്ടൻ എത്രത്തോളം ധ്യാൻ ചേട്ടൻ്റെ ഈ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ലൈഫിലേക്ക് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്? ഈ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആണോ? ആറ്റിറ്റ്യൂഡ് അടിപൊളിയാണ്. എല്ലാവർക്കും അങ്ങനെ അനുകരിക്കാൻ പറ്റില്ല. അതെ. ഇന്നിപ്പോ ധ്യാനെ പോലെ ആവാന്ന് വെച്ച് നമ്മൾ രണ്ട് കൗണ്ടർ അടിക്കലല്ല ധ്യാൻ. അയാൾ അങ്ങനെ ജീവിക്കുന്ന ആളാണ്. അല്ലെങ്കിലും എന്തെങ്കിലും അനിയന്റെ ലൈഫ് ലെസൺസ് എടുക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? അവൻ്റെ ലൈഫ് എനിക്ക് നന്നായിട്ട് അറിയാം. അതിന്ന് ലെസൺസ് എടുക്കാൻ പോയാൽ ഞാൻ കട്ടയും പടവും മടങ്ങി പോകേണ്ടി വരും. ഇത്ര കോൺഫിഡൻസ് ഉണ്ടല്ലോ. അതെ. മാസ്, ഭയങ്കര ആക്ഷൻ, അങ്ങനത്തെ ഒരു ലെവൽ മൂവി വിനീതേട്ടൻ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? ഷാനിക്ക് തയ്യാറാണ്. അടുത്ത അങ്ങനത്തെ എന്തോ ആണെന്ന് ചിലപ്പോൾ ആയിരിക്കും. ചിലപ്പോ വിശാഖേട്ടൻ എങ്ങനത്തെ തരത്തിൽ ഓഫ് മൂവിയാണ് വിനീതേട്ടൻ നിന്ന് പ്രതീക്ഷിക്കുന്നത്? വളരെ ചെറിയ ബഡ്ജറ്റ്, വളരെ ഇനിയെങ്കിലും കോളേജിലൊക്കെ നടന്നു പോണ്, പാട്ട് പാടുന്നു, റൊമാൻസ്, ബ്രേക്കപ്പ്, ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പാട്ട് വേറൊരു ഫാക്ടറാണ്. ഹൃദയത്തിലുള്ള പാട്ടിനേക്കാളും കൂടുതൽ വർഷങ്ങൾക്ക് ശേഷത്തിലുണ്ടോ? ഇല്ല, കുറവാണ്. അതിൽ 15 പാട്ടുണ്ടായിരുന്നു, ഇതിൽ 8 or 9 അങ്ങനെ എന്തേ ഉള്ളൂ. ഞാനിപ്പോ സോങ്സ് കൂട്ടിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പെട്ടെന്ന് ഷാനൊരു ബില്ലങ്ങ് കൊടുക്കും. അപ്പം ഈ ഒരു മ്യൂസിക്കൽ ജേണി നമുക്ക് ശരിയാക്കടാ. അല്ല, ഞാൻ അവരോട് അന്ന് തന്നെ പറഞ്ഞു, അമൃതിന്റെ ബില്ലല്ല എന്റെ ബില്ല്. അമൃതിന് 2 അസിസ്റ്റൻസ് ആണ്, ഷാൻ ഒരു ആർമിയാണ്. അല്ല, നീ SRMC വന്നിട്ടില്ലല്ലോ, അതൊരു പ്രസ്ഥാനമാണ്. ഒരു ആർമിയോട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മ്യൂസിക്കൽ ജേണി തിരഞ്ഞെടുക്കുന്നത്? ഇല്ല, കുറയല്ലേ ചെയ്തത്, ഹൃദയത്തിനേക്കാളും കുറയല്ലേ ചെയ്തത്. എന്നാലും ഒരു 10 മീതെ അടുത്തിൽ കുറച്ചുകൂടെ കുറയ്ക്കാം. അല്ല, തീരെ അങ്ങനെ കുറയ്ക്കണമെന്ന് ആവശ്യമില്ല, ആൾക്കാർക്ക് ഇഷ്ടം. നല്ല കാശ് കിട്ടുന്നുണ്ട്. ഇതൊക്കെ വെളി തുറന്ന് പറയല്ലേ, ഇതൊക്കെ പബ്ലിക് ഇന്റർവ്യൂ അല്ലേ. ഞാൻ പഠിക്കണോ? എന്നോട് ആദ്യമായിട്ട് അഭിഷേക് ഇപ്രാവശ്യം പാട്ട് എത്രയുണ്ട്, ഞാൻ പറഞ്ഞു ഒരു 7-8. എന്തിനാ കുറയ്ക്കുന്ന, ഹൃദയത്തിൽ 15 കുറച്ചുകൂടെ കൂട്ടുന്നു. ഞാൻ പറഞ്ഞു സിറ്റുവേഷൻ ഇല്ല, സിറ്റുവേഷൻ ഉണ്ടാക്ക്. ഇതിപ്പോ ധ്യാനില്ലാതെ സമാധാനിച്ചിരുന്നല്ലേ. ഈ പ്രാവശ്യം ധ്യാൻ വളരെ മാന്യമായിട്ട്. ധ്യാൻ ചേട്ടനെ പേടിക്കുന്നോ? ഞങ്ങൾക്ക് പേടിയില്ല, ചെറിയ ഭയം എന്തായാലും പറയുന്നറിയാം. ഓക്കെ, ശരി. അപ്പോൾ എന്തായാലും ശരി, നമുക്കൊരു മിനിമം ഗ്യാരണ്ടി അല്ല മാക്സിമം ഗ്യാരണ്ടി തരുന്ന ഒരു സംവിധായകനാണ്. തിയേറ്ററിൽ കയറുന്ന ആരും തന്നെ നിരാശരായി ഇറങ്ങിപ്പോകേണ്ടി വരില്ല എന്ന് ഉറപ്പാണ്. ഒരു വിനീത് ശ്രീനിവാസൻ പടത്തിന് ടിക്കറ്റ് എടുത്താൽ അമ്മ ശ്വാസം മുട്ടി. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്, ശ്വാസം മുട്ടും. പറഞ്ഞോട്ടെ, കുറച്ച് ആൾക്കാർ ടിക്കറ്റ് എടുക്കട്ടെ. അപ്പൊ എന്തായാലും പറഞ്ഞോ. അപ്പൊ ഈ ചിത്രവും ഇതുപോലെ തന്നെ ആവട്ടെ. അതുപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും എന്താ പറയാ പറഞ്ഞുകൊണ്ടേ ഇരിക്കട്ടെ ഇതിനെപ്പറ്റി. അല്ല, വേറെന്തോ സാധനം പറയില്ലേ, അതുപോലെ തന്നെ. കുറെ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഈ പടത്തിനെ കുറിച്ച് ഇനിയും പറഞ്ഞോണ്ട് അങ്ങനെ അത് പേരിന്റെ കുഴപ്പം. നമുക്ക് ശ്വാസം മുട്ടി. അപ്പൊ അന്ന് വീണ്ടും ഇതിനെപ്പറ്റി സംസാരിക്കട്ടെ. വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് വർഷം ജനങ്ങൾക്കുള്ളിൽ നിൽക്കട്ടെ. തിയേറ്ററുകൾ പൂരപ്പറമ്പാവട്ടെ. തിയേറ്റർ ഓണറാ എന്താ ഇല്ലാത്ത. അപ്പൊ എല്ലാ ആശംസകളും. തിയേറ്റർ തൂത്തു വരട്ടെ. താങ്ക് യു സോ മച്ച്.